നെടുമ്പറമ്പിൽ പണമിടപാടിൽ ആന്റോ ആന്റണി എംപിക്കെതിരെ വിജിലൻസിൽ പരാതി. പണമിടപാട് ആരോപണത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതി അഭിഭാഷകൻ സുഭാഷ് തീക്കാടനാണ് പരാതി നൽകിയത്. എൻ.എം. രാജുവിനെതിരെയും കേസെടുക്കണമെന്ന പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, സുപ്രീംകോടതി അഭിഭാഷകൻ സുഭാഷിന്റെ പരാതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് വ്യക്തമാക്കുന്നത് പറയുന്നത്? നന്ദൻ, കേൾക്കാമെങ്കിൽ എന്തൊക്കെയാണ് ഈ പരാതിയിൽ പറയുന്നത്? നന്ദൻ, സുപ്രീംകോടതി അഭിഭാഷകൻ സുഭാഷ് തീക്കാടനാണ് പരാതി നൽകിയിരിക്കുന്നത്. എൻ.എം. രാജുവിനെതിരെയും കേസെടുക്കണമെന്ന് ഈ പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. കൂടുതൽ പരാമർശങ്ങൾ എന്തൊക്കെയാണ് പരാതിയിലെ? സുരേഷ്, പത്തനംതിട്ട എംപിയും കോൺഗ്രസ് നേതാവുമായ ആന്റോ ആന്റണിക്കെതിരെയാണ് സുപ്രീം കോടതി അഭിഭാഷകൻ ഇപ്പോൾ കേരളത്തിലെ വിജിലൻസിന് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ തിരുവല്ല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നെടുമ്പുറം കുറീസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൊസൈറ്റി ഇവർ ഏത് രീതിയിലാണ് ആന്റോ ആന്റണിക്ക് പണം നൽകിയത് എന്നുള്ളത് പ്രധാനമായും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത് കള്ളപ്പണമാണോ അല്ലെങ്കിൽ അത് ബാങ്ക് ട്രാൻസാക്ഷൻ ആണോ നടന്നത്, ഏത് രീതിയിലുള്ള പണമിടപാടാണ് നടന്നത് എന്നുള്ളത് കണ്ടെത്തണമെന്നുള്ളതാണ് ഈ പരാതിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. മാത്രമല്ല, ഏത് സാഹചര്യത്തിലായിരുന്നു പണം നൽകിയത്, ഈ പണം ലഭിച്ച കാര്യം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കണമെന്നുള്ളതാണ് ഈ പരാതിയിൽ വ്യക്തമാക്കുന്നത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പണം നൽകിയെന്ന് പറയുന്ന രാജുവിനെതിരെയും കേസെടുക്കണമെന്നുള്ളതാണ് ഈ വിജിലൻസിന് നൽകിയ പരാതിയിലെ പ്രധാന ആവശ്യം. അതായത്, രാജു ഏത് സാഹചര്യത്തിലാണ് ഈ പണം നൽകിയത്, പണം നൽകി ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ദുരുദ്ദേശപരമായ കാര്യങ്ങൾ നേടാനാണോ അല്ലെങ്കിൽ അത്തരം നേടാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിരുന്നു ഈ പണം നൽകിയത് എന്നുള്ളതാണ് പ്രധാനമായും ഈ പരാതിയിൽ ആരോപിക്കപ്പെടുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഏതെങ്കിലും തരത്തിൽ ആന്റോ ആന്റണിക്കെതിരെ കേസെടുക്കുമോ അല്ലെങ്കിൽ ഈ പരാതിയിന്മേൽ മറ്റ് ഏതെങ്കിലും നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും കോൺഗ്രസ് ഈ ഒരു വിഷയത്തിൽ പ്രതിസന്ധിയിലായി എന്ന് വേണം വിലയിരുത്താൻ. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് എം പിക്കെതിരെ ഇത്തരമൊരു ആരോപണം ഉയർന്നിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവിനെതിരെ ആരോപണം ഉയരുന്നു. അത് കൃത്യമായി തന്നെ ആ പണം നൽകിയ വ്യക്തി തന്നെ ചതിച്ചു, വഞ്ചിച്ചു എന്നുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നു. 2 കോടി രൂപ വായ്പയായി നൽകിയപ്പോൾ 20 ലക്ഷം രൂപ മാത്രമാണ് തിരികെ നൽകിയത് എന്നുള്ളതാണ് പ്രധാനമായും ഉയർന്ന ആരോപണം. ഇതിന്മേൽ വിജിലൻസ് ഈ പരാതിന്മേൽ എന്ത് നടപടിയെടുക്കുമെന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ പ്രതിസന്ധി സ്വാഭാവികമായും ഏതെങ്കിലും വാർത്താ സമ്മേളനം വിളിച്ച് താൻ നിരപരാധിയാണ് എന്ന് ആന്റോ ആന്റണി പറയുന്നതിലൂടെ ഒഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സുരേഷ്, യെസ്, ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.